സംവിധാനത്തിൽ ആ രാഷ്ട്രീയ കാഴ്ചപ്പാട് ഈ വികസന പ്രവർത്തനത്തിൽ നിന്ന് മാറ്റിവെച്ചേ പറ്റൂ. മലപ്പുറം ജില്ലയുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന പരപ്പനങ്ങാടിയുടെ ചരിത്രം പ്രസിദ്ധമായ പരപ്പനാട് കോവിലകവുമായി ബന്ധപ്പെട്ടാണ് ആരംഭിക്കുന്നത്. മത്സ്യബന്ധനത്തിനും തീവണ്ടി മാർഗമുള്ള ചരക്ക് ഗതാഗതത്തിനും പേരുകേട്ട പരപ്പനങ്ങാടി പ്രദേശം 22.25 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു. പരപ്പനാടിൻ്റെ അങ്ങാടി എന്നുള്ള നിലയ്ക്കായിരിക്കണം പരപ്പനങ്ങാടി എന്ന് വന്നത്. പരപ്പനാട്ട് രാജാക്കന്മാരുടെ ആസ്ഥാനം നെടുങ്കേരക്കോട്ടയായിരുന്നു. നേരെക്കോട്ട ക്ഷേത്രത്തിൽ ചുറ്റും കിടങ്ങുള്ളതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളവിടെ കാണാം. അപ്പോൾ അതൊരു കോട്ടയായിട്ട് വെച്ച് അവർ ഭരിച്ചിരുന്ന സ്ഥലമാണ്. പരപ്പനാട്ട് രാജവംശം ഏകദേശം 15-ാം നൂറ്റാണ്ടിലൊറ്റ രണ്ടായി പിരിഞ്ഞു. ഒന്ന് ബേപ്പൂർ കോവിലകമായി, മറ്റൊന്ന് പരപ്പനാട് കോവിലകമായി. ഈ പരപ്പനാട് കോവിലകത്തിൻ്റെ ഒരു സ്ഥാനം നെടുങ്കേരക്കോട്ടയായിരുന്നു. പിന്നീട് അവരിവിടെ സ്ഥലമെടുത്ത് ഇവിടെ ഒരു ക്ഷേത്രം പണിത് അങ്ങനെയാണ് പിന്നീട് ഇവിടെ വന്നത്. അത് കുറച്ചു കാലം ഇവിടെ താമസിക്കും, അധികവും അവിടെ ഉണ്ടാവും. അങ്ങനെയായിരുന്നു. സാമൂതിരിയുടെ സാമന്തന്മാരായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ സാമൂതിരിക്കാണ് ഏറ്റവും അധികം കച്ചവടം ഉണ്ടായിരുന്നത്. അറബികളുമായിട്ട് ബന്ധപ്പെട്ട കച്ചവടമാണ്. അറബികളും മുസ്ലിങ്ങളും സഹായിച്ചിരുന്നു. അതുകൊണ്ട് സാമൂതിരി വളരെയധികം സഹായം കൊടുത്തിരുന്നു മുസ്ലിങ്ങൾക്ക്. ഇപ്പോൾ വെള്ളിയാഴ്ച പള്ളിയിൽ പോകാത്തവരെ സാമൂതിരി ശിക്ഷിച്ചിരുന്നു. അതുമാതിരി പള്ളികൾ പണിയിക്കാനുള്ള സ്ഥലം കൊടുത്തിരുന്നു. അങ്ങനെ മുസ്ലിങ്ങളുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ നിന്നാണ് സാമൂതിരിൻ്റെ കച്ചവടം പുഷ്ടിപ്പെടുന്നത്. തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധമുള്ള പരപ്പനാട് രാജവംശം, ആ പരപ്പനാട് രാജവംശത്തിനൊരു കാലത്ത് വളരെ മേധാവിത്വമുള്ളൊരു പ്രദേശമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുമാതിരി തന്നെ സാമൂതിരിയും വെട്ടത്ത് രാജാവും തമ്മിലുള്ള അതിർത്തി, എൻ്റെ കുട്ടിക്കാലത്ത് 2 കല്ലുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് പറഞ്ഞു കേട്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് തെക്ക് ഭാഗത്തുള്ള കല്ല് വെട്ടത്ത് രാജാവിൻ്റെ അതിർത്തി, ഇങ്ങേപ്പുറത്തത് എൻ്റെ വീട്ടിൻ്റെ ഈ ഭാഗത്തുണ്ടായിരുന്നത് സാമൂതിരി രാജാവിൻ്റെ അതിർത്തി. അപ്പോൾ അതിന് എന്താ വെച്ചാൽ രാജവാഴ്ച ശക്തമായിട്ട് വിധേയമായിരുന്ന ഒരു പ്രദേശമായിരുന്നു പരപ്പനങ്ങാടി എന്ന് നമുക്ക് മനസ്സിലാക്കാനൊരു ചെറിയ തെളിവ്. 16-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഇവിടെ എത്തിയ ദുവാർത്തെ ബാർബോസ എന്ന പോർച്ചുഗീസുകാരൻ കേരളത്തിലെ ഒരു കൊച്ചു തുറമുഖമായിരുന്ന പരപ്പനങ്ങാടിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂൻ രചിച്ച തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ചരിത്ര ഗ്രന്ഥത്തിൽ പോർച്ചുഗീസുകാരും മുസ്ലിങ്ങളും തമ്മിൽ പരപ്പനങ്ങാടി കടപ്പുറത്ത് വെച്ച് നടന്ന ചില സംഘടനകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അറബികളായ കച്ചവടക്കാർ തീരപ്രദേശം കേന്ദ്രമായി നടത്തിവന്നിരുന്ന വാണിജ്യ ഇടപാടുകൾ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തിക്കൊണ്ടാണ് പറങ്കികൾ ഈ മേഖലയിൽ ആധിപത്യമുറപ്പിച്ചത്. ആദ്യകാല റെയില് ആദ്യം വന്നത് ചാലിയത്തേക്കാണ്. ചാലിയത്തു നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നീട് അത് നേരെ കോഴിക്കോട്ടേക്കാക്കി ഈ പ്രദേശത്ത് നിന്ന് മുഴുവനുള്ള വിഭവങ്ങൾ എടുക്കാം എന്നുള്ള എനിക്ക്. മലബാറിലെ പ്രകൃതി വിഭവങ്ങൾ കൊള്ള ചെയ്യുന്നതിനും അധികാര മേൽക്കോയ്മയ്ക്കും വേണ്ടി യൂറോപ്പിൽ നിന്നും പടക്കോപ്പുകൾ നിറച്ച കപ്പലുകൾ മലബാറിന്റെ തീരത്തേക്ക് ഒഴുകിയെത്തി. മലബാറിന്റെ കടലും കരയും ചുവപ്പിച്ച ഈ കിടമത്സരങ്ങളെ തുടർന്ന് തീരപ്രദേശത്തെ സമ്പന്നമായ വാണിജ്യ കേന്ദ്രങ്ങൾ പതിയെ പതിയെ നാമാവശേഷമാവാൻ തുടങ്ങി. ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ തകർച്ച പൂർണ്ണമായത്. ആയിരത്തി 1861 കമ്മീഷൻ ചെയ്ത ചാലിയം തിരൂർ റെയിൽപാത ഈ വ്യാപാരക്കൊള്ളയുടെ ബാക്കിപത്രമായി ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു. 1862 മദിരാശിയുമായി ചേർന്ന് റെയിൽ ഗതാഗതം വിപുലീകരിക്കപ്പെട്ടു. പിന്നീട് 1888 കോഴിക്കോട്ടേക്ക് റെയിൽവേ ലൈൻ നീട്ടിക്കഴിഞ്ഞതോടെ പരപ്പനങ്ങാടിക്കാർക്ക് റെയിൽ മാർഗമുള്ള ഗതാഗതം സുഗമമാവുകയും ചരക്ക് ഗതാഗതം എളുപ്പമാവുകയും ചെയ്തു. പരപ്പനങ്ങാടിയുടെ പ്രധാന തൊഴിൽ മാർഗമായ മത്സ്യസമ്പത്തിന്റെ കയറ്റുമതിയെ ഇത് ഗണ്യമായി സഹായിച്ചു. 1921 കലാപം പൊട്ടിപ്പുറപ്പെടുന്ന തിരുരങ്ങാടിയാണല്ലോ. തിരുരങ്ങാടിയിൽ അന്ന് ഈ താനൂരിൽ നിന്നും കുറേ ആൾക്കാർ, 10,000-3000 ആൾക്കാർ തിരുരങ്ങാടി പള്ളി പൊളിച്ചു പട്ടാളക്കാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വർത്തമാനം കേട്ടിട്ട് പരപ്പനങ്ങാടി വഴി തിരുരങ്ങാടിയിലേക്ക് പോവുകയും
തിരങ്ങാടിയിൽ എത്തുന്നതിന് മുമ്പേ അവിടുന്ന് പട്ടാളവും പോലീസും കലക്ടറും മറ്റേ DSPയും എല്ലാം ചേർന്ന് അവരെ വന്ന് നേരിടുകയും ചെയ്തു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് പള്ളി പൊളിച്ചിട്ടുണ്ടോയെന്ന് അറിയണമെന്ന് പറഞ്ഞു. അത് പള്ളി പൊളിച്ചിട്ടില്ല, നിങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പ് വരുന്നു പള്ളി പൊളിച്ചിട്ടില്ല എന്ന്. ഇതൊന്നും വർത്തമാനം ഇവരുടെ ശബ്ദത്തിൻ്റെ ഇടയിൽ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായില്ല. ഈ താന്നൂരിൽ നിന്നും വന്ന ആൾക്കാർ അങ്ങോട്ട് കടക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവിടെ വെടിവെപ്പ് നടന്നു. അതോടുകൂടിയാണ് ഈ കലാപം തുടങ്ങുന്നത്. ആ വെടിവെപ്പാണ് ആദ്യത്തെ കലാപം. അതിലൊരു കുറച്ചുപേർ മറ്റു വീണു. ബാക്കി ഒരു 40 ആളുകളോളം അവർ അറസ്റ്റ് ചെയ്തു. 1921 മലബാർ കലാപം അയൽ പ്രദേശങ്ങളിൽ തീക്കാറ്റ് വീശി കടന്നു പോയപ്പോഴും പരപ്പനങ്ങാടിയിൽ വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ പട്ടാളത്തിന് മാർഗതടസ്സം സൃഷ്ടിക്കുന്നതിനായി പരപ്പനങ്ങാടിയിൽ റെയിൽപാളം പൊളിച്ചുമാറ്റിയത് മലബാർ സമരചരിത്രത്തിലെ നിർണായകമായ ഒരു അധ്യായമായിരുന്നു. പോലീസുമായി പല സ്ഥലങ്ങളിലും ഏറ്റുമുട്ടലുകളുണ്ടായി. തിരുവങ്ങാടിയിൽ നിന്ന് അന്നത്തെ അവിടുത്തെ അധികാരി ഗവൺമെൻറ്റിലേക്ക് എഴുതി ഇങ്ങനെ ലേലക്കാർ വരുന്നുണ്ടെന്നും അതുമാതിരി താന്നൂക്കാർക്ക് എഴുതി ഇവിടെ പട്ടാളം പള്ളി ഇവിടെ വരുന്നുണ്ടെന്നും അങ്ങനെയൊക്കെ. അങ്ങനെ അവർ 2 ഭാഗത്തു നിന്നും കൂടെ ആൾ വന്ന് ഏറ്റുമുട്ടി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വെടിവെപ്പും കാര്യം ആളുകളൊക്കെ ഒരുപാട് തീർന്ന് അങ്ങനെയൊക്കെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അന്ന് ഞങ്ങൾ എല്ലായിടത്തും ചെന്ന് എല്ലാ പെരകളും ചുട്ടിട്ട് പിന്നെ ഞങ്ങൾ എന്നെ പെറ്റിക്കുന്നത് തലേന്ന് വെച്ചതല്ലേ. പിന്നെ ഞങ്ങൾ വരെ ചുട്ടിട്ടില്ല. ഈ കുട്ടി ഇങ്ങനെ കിടന്ന് അറിഞ്ഞപ്പോൾ ഇതൊരു കുഞ്ഞാണ്, വെക്കാൻ തലയില്ലാന്ന് അറിഞ്ഞു കണ്ട് ഞങ്ങൾ വരെ ഇട്ടിട്ടില്ല. ബാക്കി എല്ലാ പെരകളും ഒങ്ങിയിലുള്ളൊക്കെ ചുട്ടുപോയി. ഇപ്പോൾ നമ്മളെ മുരിക്കൽ റോഡുണ്ടല്ലോ, ആ ജംഗ്ഷനിൽ ഒരു തെങ്ങുണ്ടായിരുന്നു. ആ തെങ്ങിന് വെടി വെച്ചിട്ട് ഒരു ഓട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നാണ്ട് ചെറിയ ഒരു ഓട്ട പിന്നോട്ട് കണ്ട് വലുതായിട്ട് കണ്ട് പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അന്ന് പറയുന്നത് അന്ന് ആരോ പിന്നെ പോലീസ് പട്ടാളം വന്നിട്ട് വെടിവെക്കുമ്പോൾ ഈ തെങ്ങിന് ആൾ മാറിയെന്നാണ്. അങ്ങനെ തെങ്ങോട് കൂടിയിട്ട് വെടിവെച്ചിട്ട് അതിന് കുറേ കാലം ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ ഓകാലൊക്കെ ഉണ്ടാക്കിയപ്പോഴാണ് ആ തെങ്ങ് നശിച്ചു പോയത്. പിന്നെ അതുമാതിരി ഇവിടെ ഒരുപാട് വീടുകളൊക്കെ ചുട്ടുകരിച്ചതെന്നൊക്കെ ഓരോരുത്തർ പറയുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ എല്ലാ ആണുങ്ങളൊക്കെ അവിടെ ഒളിച്ചോടി പോയിട്ട്. ബ്രിട്ടീഷുകാർക്കെതിരായ സായുധ കലാപത്തോട് വിയോജിപ്പുള്ള വലിയൊരു വിഭാഗം പരപ്പനങ്ങാടിയിൽ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ മുസ്ലിങ്ങളുടെ സ്വാധീനവും ഇതിന് കാരണമായി പറയപ്പെടുന്നുണ്ട്. അതേസമയം പരപ്പനങ്ങാടിയിലെ ഭൂവുടമകളായ മുസ്ലിം പ്രമാണിമാർ കലാപകാരികളുമായി വേണ്ടത്ര സഹകരിക്കാൻ തയ്യാറാകാത്തതാണ് ഇതിന് കാരണമെന്ന് മറ്റൊരു അഭിപ്രായവും നിലനിൽക്കുന്നു. ചില വിഭാഗങ്ങൾ മറ്റേ കലാപകാരികളുടെ ആൾക്കാർക്ക് സഹായം കൊടുത്തു എന്നുള്ള പേരിലും ചില വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാരുടെ ആൾക്കാർക്ക് സഹായം കൊടുത്തു എന്നുള്ള പേരിലും അറിയപ്പെട്ടു. ഏതായാലും പിന്നീട് അങ്ങോട്ട് ഈ സംഭവത്തിൻ്റെ ശേഷം, അതായത് ഈ ആക്രമിച്ചിരുന്നവരെ അവർ വെച്ച് കൊന്നിരുന്നു. വള്ളിക്കുന്ന് വരെ ഇങ്ങനെ ആക്രമണം ഉണ്ടായിരുന്നു. വള്ളിക്കുന്നിൽ പിന്നെ ഇവരെ സ്വീകരിക്കുകയും പട്ടാളക്കാരെയും കലക്ടറെയൊക്കെ സ്വീകരിക്കുകയും അവിടുന്ന് അവർക്ക് കുറേ ഭക്ഷണമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ ശേഷം അവർ കടലുണ്ടി വരെ പോയി. അപ്പോൾ കടലുണ്ടി പുഴയിലെ പാലം പൊളിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടന്നിരുന്നു. അത് അവർ തടഞ്ഞു പോയിട്ട് എന്നിട്ട് പിന്നെ കടലുണ്ടി പുഴ കടന്നതിൻ്റെ ശേഷം ഫറൂഖിൻ്റെ അവിടെ വെച്ചിട്ടാണ് അവർക്ക് ട്രെയിൻ പിടിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു സംഭവമല്ലാതെ പിന്നീടൊന്നും സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പരപ്പനങ്ങാടി നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായിരുന്ന NP അബു സാഹിബ് ഈ മൊയ്തു മൗലവിക്കും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനുമൊപ്പം സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമാകുന്നതിനു വേണ്ടി താമസം കോഴിക്കോട്ടേക്ക് മാറ്റുകയായിരുന്നു. NP അബുവിന്റെ തറവാട് നിലനിന്നിരുന്ന ഭൂമി പിന്നീട് സർക്കാരിന് കൈമാറുകയാണുണ്ടായത്. വിരിഞ്ഞിട്ട് ഖദറിൻ്റെ നമ്മളിപ്പോൾ TV ഇതില്ലേ റെസ്റ്റ് ഹൗസ്, അവിടെയായിരുന്നു ഒരു വീട്. ഖദറിൻ്റെ കുപ്പായിട്ട് ഖദറിൻ്റെ പൈജാമയിട്ട് ഖദറിൻ്റെ തൊപ്പിയിട്ട് ഇങ്ങനെ പോവുക. അതിലൂടെ അതൊരു കൗതുക കാഴ്ചയാണല്ലോ. പള്ളിയിൽ പോകാൻ സമ്മതിക്കില്ല. അമ്മായി ചോദിച്ചൊരു ദിവസം, എന്താ അപ്പോൾ ഈ പള്ളി പോകാതെ? പള്ളിയിൽ നിന്ന് കയറ്റില്ല അമ്മായി എന്ന് പറഞ്ഞ പൊട്ടിക്കരിയാണ്. കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറഞ്ഞ് ബോംബുണ്ടാക്കി ഫറൂഖ് പാലത്തിനൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. ബോംബ് നഹ പിന്നെ ഒരു തങ്ങളുണ്ടായിരുന്നു. തങ്ങളുടെ ഫാമിലിയിൽ ഇപ്പോൾ ആരൊക്കെ ബാക്കിയുണ്ടോയെന്ന് അറിയില്ല. പിന്നെ നെടുവേല ഈ ശങ്കരൻകുട്ടി നായർ ഇവരെല്ലാം കൂടി ബോംബുണ്ടാക്കി. ആ ബോംബിലൊന്ന് ഈ ബോംബ് നഹ എന്ന് പറയുന്ന ആള് കോൺഗ്രസിൻ്റെ കമ്മിറ്റീൻ്റെ ആഫീസ് അന്നജപ്പരില്ല. ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് കോൺഗ്രസുകാരിൽ കുറ്റം ചാർത്തപ്പെട്ട കീഴരിയൂർ ബോംബ് കേസ് പരപ്പനങ്ങാടിയിൽ വലിയ ചലനങ്ങളുണ്ടാക്കി.
മുഹമ്മദ് നഹയും NP അബുവുമടക്കം നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികൾ പ്രതികളാക്കപ്പെട്ടു. ഡോക്ടർ KB മേനോൻ എന്ന് പറഞ്ഞിട്ട് മഹാത്മാഗാന്ധിൻ്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടായിരുന്നു. ഇവരൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോയ ഉടനെ അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ വന്നിട്ട് പിന്നെ സ്വന്തമായിട്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നയാൾ. ആ സമയത്താണ് ഈ കിഴിയൂർ ബോംബ് കേസൊക്കെ ഉണ്ടായത്. അന്ന് ബോംബ് ഓരോ സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് ഒന്ന് നിശ്ചലാക്കണം, ആകെ ഒരു ദിവസം ഒന്നായിട്ട് നിശ്ചലാക്കണം. പക്ഷേ ഗാന്ധിയുടെ ആദർശങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ്. എല്ലാവരും സംഘടിച്ചിട്ട് ഒരു ദിവസം ആകെ നിശ്ചലാക്കണം, എല്ലാ പാലും ഒന്നിച്ച് നിർത്തണം, പൊളിക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഓരോ സ്ഥലത്തായിട്ട് ബോംബ് കൊണ്ടുവച്ചു. ഏശം നടക്കുന്നതിന് മുമ്പായിട്ട് പിടിച്ചുപോയി, ഇവിടുത്തെ കേസ് ബോംബ് പിടിച്ചുപോയി. നമ്മളിവിടെ OP ആണ് അന്ന്, പോലീസ് സ്റ്റേഷനില്ല, ഔട്ട് പോസ്റ്റാണ്. അറസ്റ്റ് ചെയ്തിട്ട് കൊങ്കൻ എന്ന് പറയുന്ന സബ് ഇൻസ്പെക്ടർ മർദ്ദകനാണ്. അതിങ്ങനെ ചവിട്ടിയിട്ട് ചുമരം വെച്ചെന്ന് വീണ് കൊണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ വീണ്ടും ചവിട്ടുക. ഇയാളെ മമനാഹനെ ആ രീതിയിൽ മർദ്ദിച്ചാണ്. ആ അബുബക്കറിൻ്റെ ഒരു പല്ല് അന്ന് ഈ കേസിൽ പോയി. അതെല്ലാം കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ശേഷമാണ് ഇവരൊക്കെ പുറത്തു വരുന്നത്. യാതൊരു പ്രകോപനം അതൊന്നുമില്ലാതെ സമാധാനപരമായിട്ട് ഇരിക്കുന്ന പണിക്ക് ഇപ്പോൾ പോലീസുകാർ വന്ന് അടിക്കുന്നത് കണ്ടപ്പോൾ അവരോട് വലിയൊരു ഉദ്ദേശം തോന്നി. അപ്പം അതിനെതിരായിട്ട് നീങ്ങാൻ തുടങ്ങി. പരപ്പനങ്ങാടിയിലെ പ്രമുഖ ജന്മി കുടുംബത്തിൽ നിന്നും സ്വാതന്ത്ര്യ സമരത്തിനായി ഇറങ്ങിത്തിരിച്ച കോയക്കുഞ്ഞി നഹ 1940 പറപ്പൂരിൽ നടന്ന മലബാർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ സ്വാഗത സംഘം അധ്യക്ഷൻ കൂടിയായിരുന്നു. മലബാറിന് ഇളക്കിമറിച്ച ഉപ്പു സത്യാഗ്രഹത്തിൽ അബ്ദുറഹിമാൻ സാഹിബിന്റെയും കൃഷ്ണപിള്ളയുടെയും ധീരതയിൽ ആവേശം കൊണ്ടാണ് വിദ്യാർത്ഥിയായ കോയക്കുഞ്ഞി നഹ കർമ്മരംഗത്തിറങ്ങിയത്. അതിനെ പഠിച്ച് ഒരു കൊല്ലം അത് പഠിച്ച് അത് തോറ്റ് അവിടുന്ന് ഇവിടെ മടങ്ങി വന്നതിന് ശേഷം പിന്നെ കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞ് അബ്ദുറഹ്മാൻ സാഹിബായിട്ട് ബന്ധപ്പെട്ട് അബ്ദുറഹ്മാൻ സാഹിബോട് എപ്പോഴും വരും. എൻ്റെ ഫാദറുമായിട്ടും മറ്റൊക്കെ സമ്പർക്കം പുലർത്തി അവരിട്ടൊക്കെ വലിയ ബന്ധത്തിലായി. അങ്ങനെ ഇവിടെ ഇങ്ങനെ ഇതാക്കിയിട്ട് പഠിക്കുന്ന കാലത്ത് ഈ തൊഴിലാളികൾ വലിയിട്ട് ബന്ധപ്പെടാൻ തുടങ്ങിയാണ്. അതായത് ഹരിജനങ്ങളാണ് അധികവും. അവരെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കുട്ടികളുടെയൊക്കെ അടിമകളെ മാതിരിയാണ് ജീവിക്കല്. അന്നൊക്കെ 30 പൈസ അതിൽ കൂടുതലൊന്നും ആണുങ്ങൾക്ക് അതിന് കൂടുതലുണ്ടാവും. 75 പൈസ അതിനിപ്പോ കന്നു കിട്ടിയാൽ നേരെ പൊക്കപ്പാണ്ട് പോയി അത്രയും കൊടുത്ത് വന്നാലോ പൈസ അത് കിട്ടിയെങ്കിൽ കിട്ടി, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് കിട്ടും. നിങ്ങൾ പൊയ്ക്കോന്ന് അറിയോളൂ, അവിടെ പാർക്കും പൊയ്ക്കോന്ന് അറിയാണ്ട് ചട്ടിമാത്രം എടുത്ത് പോണ്ടി വരും. അതിലിടക്ക് വല്ലു കയറി പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ ഇഞ്ചി നാളെ പണിക്ക് വരണ്ടെന്നും പറയും. അങ്ങനെയൊക്കെ 1941 നഹ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു. കർഷക തൊഴിലാളികളുടെയും കുടിയാന്മാരുടെയും അവകാശ പോരാട്ടങ്ങൾക്ക് താങ്ങും തണലുമായി പ്രവർത്തിച്ചു. 1946 അറസ്റ്റ് ചെയ്ത് വെല്ലൂർ ജയിലിൽ അടയ്ക്കപ്പെട്ട നഹ 1 വർഷം കഴിഞ്ഞാണ് ജയിൽ മോചിതനായത്. നാടുവാഴിത്തത്തിന്റെ ജീർണതയിൽ നിന്ന് ഒരു നാടും നാട്ടുകാരും ഉയർത്തെഴുന്നേറ്റതിന്റെ ചരിത്രം ഈ മനുഷ്യന്റെ ആയുസിന്റെ പുസ്തകത്തിൽ ഇന്നും അടയാളപ്പെട്ട് കിടക്കുന്നു. കോയക്കുഞ്ഞ ഒളിവിലാണ്, പാർട്ടി നിർവഹിച്ച സമയമാണ്. വലിയ കാടാണ്, മലയമ്പാട് എന്ന് പറഞ്ഞാൽ ഒരു 8-10 ഏക്കർ ഭൂമി ഒന്നിച്ചുള്ള സ്ഥലം, അതിലും പൈൻ കാടുകളാണ്. അതിൻ്റെ ഇടയിൽ ഒരു സ്ഥലത്ത് ഇരുന്നിട്ടാണ് നായനെ കാണുന്നത്. പിന്നെ ഒരു ദിവസം ഇവിടേക്ക് വിളിച്ചു. ഇവിടെ എൻ്റെ വീട് ഇതല്ലായിരുന്നു, അപ്പുറത്താണ്. ഇവിടെ വേറെ ചില തീയപ്രമാണിമാരുടെ വീടാണ്. അതിൽ സ്ത്രീകൾ മാത്രമേ അന്ന് ഇവിടെയുള്ളൂ. ഇവിടെ വിളിച്ചപ്പോൾ ഇത് ഷെൽട്ടറാണ്. ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ ഒളിവ് സങ്കേതമാണ് പാർട്ടിക്കാരുടെ. അപ്പോൾ കോയക്കുഞ്ഞാൻ ഇവിടെ നിന്നാണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ എനിക്ക് ആദ്യം തന്ന പുസ്തകം മാസിം ഗോർക്കിൻ്റെ അമ്മ എന്നുള്ള നോവലുണ്ട്, സുപ്രസിദ്ധമായുള്ള നോവലുണ്ട്, അതാണ് തന്നത്. അങ്ങനെയാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുന്നത്. പിന്നെ സന്ധ്യ ആയി കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും വന്ന് ബന്ധപ്പെടും. ഒളിവുള്ള സഹാക്കളെ കൂടെ പോകേണ്ടി വരും. കൊണ്ടോട്ടിയിലേക്കോ എടക്കോട് അമ്മേൻ്റെ കൂടെ ഇമ്പിച്ചു പോകാൻ പുഴഴത്തി കൊടുക്കാൻ. അന്നൊന്നും ഈ സഹാക്കൾ ആരാന്ന് അറിയില്ല, വേറെ പേരൊന്നും അറിയില്ല. കോയക്കുഞ്ഞാൻ്റെ പേര് ചന്ദ്രൻ എന്നാണ്. അങ്ങനെ അതൊക്കെ ആ രീതിയിലാണ് പാർട്ടിയായിട്ടുള്ള ബന്ധം. കൂലിയാണെങ്കിൽ കൊടുക്കൂല. അങ്ങനെ ആയപ്പോൾ അതിനെതിരായിട്ട് ഞാൻ ശബ്ദിച്ച് അപ്പം കൂടുതൽ ഹരിജനങ്ങളിൻ്റെ കൂടെ വന്നല്ല എൻ്റെ കുടുംബത്തിൽ ചില ആൾക്കാർ
കൂലി കൊടുക്കാതെ കൂട്ടാക്കിയില്ല. അപ്പം അതിനെതിരായിട്ട് അവിടെ വന്നിട്ട് അവരെ സംസാരിച്ച് അങ്ങനെ സംസാരിച്ചതിൻ്റെ ഫലമായിട്ട് അവർ കൂലൊക്കെ കൊടുക്കാൻ തുടങ്ങി. സത്യാഗ്രഹം കഴിഞ്ഞതിന് ശേഷം നിയമലംഘനം ഒരു പുതിയ രീതിയിലാക്കി KPCC പിരിച്ചുവിട്ടിട്ട് പിന്നെ ഡിക്റ്റേറ്റർമാരെ നിശ്ചയിക്കുക, സർവാധികാരികളായിട്ടുള്ള ആളുകൾ നിയമം ലംഘിക്കുക. ഒരാൾ നിയമം ലംഘിക്കുമ്പോൾ അടുത്ത നിയമലംഘനം ആരാണെന്ന് അയാൾ പ്രഖ്യാപിക്കുക ചെയ്യുക. അങ്ങനെ ആണ് EMS പിന്നെ വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുറത്തേക്ക് വന്നിട്ട് രണ്ടാമത്തെ സർവാധികാരിയായിട്ട് കോഴിക്കോട് കടപ്പുറത്ത് നിയമം ലംഘിക്കുക. EMSനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് അടുത്ത സർവാധികാരി KCK നഹയാണ്, നമ്മളെ ലിയാഖത്തിൻ്റെ പാപ്പ. അങ്ങനെ ഒരാൾ പരപ്പനങ്ങാടി ഉണ്ടായിരുന്നു. KCK നഹനെ അറസ്റ്റ് ചെയ്ത് പല ജയിലുകളിലും കൊണ്ടുപോയി. അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിൽ KCK നഹ വഹിച്ചുള്ളൊരു പങ്ക് വളരെ സ്തുത്യർഹമുള്ളൊരു പങ്കാണ്. KN പുതിയോട്ടിൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കേശവൻ നായർ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ജയിൽവാസം അനുഭവിച്ച മറ്റൊരു മഹൽ വ്യക്തിത്വമായിരുന്നു. കീഴരിയൂർ ബോംബ് കേസിൽ പ്രതിചേർക്കപ്പെട്ട കിഴക്കിനിയത്ത് മുഹമ്മദ് നഹ റങ്കൂണിൽ ഉദ്യോഗസ്ഥനായിരിക്കെ ഉദ്യോഗം ഉപേക്ഷിച്ച് സമരരംഗത്തിറങ്ങിയ രാവുണ്ണി നായർ, KCK നഹ, SN വള്ളിയിൽ, KPH മുഹമ്മദ് നഹ എന്നിവരും പരപ്പനങ്ങാടിയിലെ പ്രധാന സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു. വിദ്യാർത്ഥിയായിരിക്കെ സ്വാതന്ത്ര്യ സമരത്തിനായി ഇറങ്ങിത്തിരിച്ച യജ്ഞമൂർത്തി നമ്പൂതിരിപ്പാടിന്റെ ജീവിതം മറ്റൊരു സമരഗാഥയായി പരപ്പനങ്ങാടിയുടെ മണ്ണിൽ തിളക്കമാർന്നു കിടക്കുന്നു. BSc ഫൈനൽ ഇയർ ആയപ്പോൾ വിക്ടോറിയ കോളേജിൽ നിന്ന് അവർ പതുക്കെ പുറത്താക്കി. കാരണം ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം കാരണം ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള BSc കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ ഈ പ്രവർത്തനമായിട്ട് നടന്ന EMS, KG സെറ്റ് എല്ലാവരുടെ ഒപ്പം പ്രവർത്തനമായിട്ട് നടന്നിട്ട് കുഞ്ഞിനഹയൊക്കെ ഉണ്ട് കൂട്ടില്ല. ഈ ഭാഗത്തു നിന്നല്ല 5 കൊല്ലം ജയിലിൽ കിടന്നുണ്ട്. വെല്ലൂർ സെൻട്രൽ ജയിലിലാണ് അവസാനം പുറത്തു വന്നത്. 47 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആള് BU സെൻട്രൽ ജയിലിലാണ്. അവിടെ EMS ഉണ്ട്, മറ്റേ വേറെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ഉണ്ട്. അവരോടൊപ്പമാണ് പുറത്തു വന്നത്. മുഹമ്മദ് അബ്രഹിമാൻ സാഹിബിനും AKGക്കുമൊപ്പം ജയിൽവാസമനുഷ്ഠിച്ച യജ്ഞമൂർത്തി നമ്പൂതിരിപ്പാട് പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചു. EMSന്റെ ശരിയായ അനുയായിയായിരുന്നു. EMS ഇവിടെ വന്നിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട്. നായനാർ താമസിച്ചിട്ടുണ്ട്. നായനാരും നായനാരുടെ ഒപ്പമുള്ള കുഞ്ഞിക്കണ്ണൻ കണ്ടിട്ടുള്ളത്. ഇവിടെ ഞങ്ങൾക്ക് ചെറിയ വീടായിരുന്നു അവിടെ ഞാൻ വിളമ്പി കൊടുത്തിട്ടുണ്ട് ചോറ്. ഉണയിച്ച് ഒരു ദിവസം താമസിച്ചിട്ടാണ് പോയത്. അതുപോലെ കല്ലാട് കൃഷ്ണൻ, അവരുടെ വിഭാഗക്കാർ കുറേ ആൾക്കാർ ഇവിടെ ഒളിവിൽ താമസിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛനെ ഗാന്ധി മൂസ എന്നാണ് വിളിക്കുക. ഗാന്ധിജിയോടൊപ്പം വാർത്തയിൽ ഒരു കൊല്ലം താമസിച്ചിട്ടുണ്ട്. പക്ഷെ അച്ഛന് ഈ EMSനോടും ഇവരോടൊക്കെ വലിയ ബഹുമാനമാണ്. കോൺഗ്രസ്സുകാരനായിരുന്നുവെങ്കിലും ചിലർ ചോദിക്കും എങ്ങനെയാണ് ഗാന്ധി മൂസിൻ്റെ മകൾ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരനെ കല്യാണം കഴിക്കാൻ തയ്യാറ്. അപ്പോൾ ആ രീതിയിലല്ല വന്നത്. അപ്പം പഠിച്ച ആളെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ 3 ആളേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് BA പാസ്സായവർ പെൺകുട്ടികൾ, പിന്നെ ആരും ഇല്ല, ഒക്കെ പഠിപ്പ് നിർത്തും. പരപ്പനങ്ങാടിയിലെ ഭൂസ്വത്തുക്കളിൽ അധികവും വിരലിലെണ്ണാവുന്ന ചില ജന്മിമാരുടെ അധീനതയിലായിരുന്നു. ഈ അസന്തുലിതത്വം സാമൂഹ്യ ജീവിതത്തിലുണ്ടാക്കിയ നീതി നിഷേധത്തിന്റെയും അവകാശ സംരക്ഷണത്തിനു വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പുകളുടെയും അസ്വാരസ്യങ്ങൾ പരപ്പനങ്ങാടിയിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടത്ര വളക്കൂറ് നൽകി. വിദ്യാഭ്യാസ തൽപരരായ വ്യക്തികൾ പ്രാദേശികാടിസ്ഥാനത്തിൽ സ്ഥാപിച്ച ചെറിയ പള്ളിക്കൂടങ്ങളായിരുന്നു പഞ്ചായത്തിലെ ആദ്യകാല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. എൻ്റെ ഓർമ്മ വന്നപ്പോൾ ഇവിടെ ഒരു സ്കൂളുണ്ടായിരുന്നു.
ഇപ്പോൾ നമ്മൾ ഈ പുതിയ MLP സ്കൂളില്ലേ അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ പിന്നെ ഒരു സ്കൂളുണ്ട്, നല്ലൊരു കെട്ടിടത്തോടെ ഒരു സ്കൂളുണ്ടായിരുന്നു, നല്ല ഓടിട്ട കെട്ടിടമായിരുന്നു. അന്ന് ഓടിട്ട കെട്ടിടം എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ്. പുരൊന്നുമില്ല, പുരൊക്കെ ഓലപ്പുര ഉണ്ടാകുക, ഇവിടെ ഒറ്റൊന്നും ഓടിട്ട പുര കാണാൻ പ്രയാസമാണ്. ആ കാലത്ത് പിന്നെ മരക്കാർ മുസ്ലിയാർ, മോയങ്കാടൻ മരക്കാർ മുസ്ലിയാർ എന്ന് പറഞ്ഞ ആൾ സ്ഥാപിച്ച ഒരു സ്കൂളുണ്ടായിരുന്നു. അത് അന്ന് അയാൾ പിന്നെ 21 ലഹളിയിൽ പിന്നെ പോലീസ് പിടിച്ചൊക്കെ കൊണ്ടുവരുന്നു, ജയിലിലൊക്കെ അടച്ചാളാണ്. അത് വന്ന ഉടനെയാണ് പിന്നെ ഇത് പിന്നെ ഈ സ്ഥാപിച്ചതെന്ന് പറഞ്ഞു സ്കൂൾ. അതിനുശേഷം മൂപ്പര് കുറേ പ്രായമായി. അന്ന് ഞാൻ ആ സ്കൂളിൽ പോയിട്ടുണ്ട്. അന്ന് ഞാൻ പോകുമ്പോൾ 2ാം ക്ലാസ്സിൽ വരെ പോയത്. 2ാം ക്ലാസ് പോയതോടുകൂടി ആ സ്കൂളിൽ അവർക്ക് സുഖമില്ലാത്ത കാരണത്താലും മറ്റ് പല കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ആ സ്കൂള് നശിച്ചുപോയി. അതിന് ശേഷം ഈ സ്കൂൾ നശിച്ചതിന് ശേഷം പരപ്പാണിക്കാരൻ കുഞ്ഞിത്താമെന്ന് പറഞ്ഞിട്ട് ഒരാൾ മീൻ വിൽക്കുന്ന മാർക്കറ്റ് ഉണ്ടായിരുന്നു. അതിലാണ് ആദ്യം സ്കൂൾ തുടങ്ങിയത്. ഈ കുഞ്ഞിത്താമെന്ന് പറഞ്ഞ ആൾ ഈ ഹരിജൻസ് എന്ന് പറഞ്ഞാൽ ഒരു മ്ലേച്ഛ ജാതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയല്ല. ആ കാലത്ത് ഈ മരക്കാർ മുസ്ലിം സ്കൂളിൽ ഹരിജൻസ് അധ്യാപകരുണ്ടായിരുന്നു, അമ്മാതിരി പാണ അധ്യാപകരുണ്ടായിരുന്നു. അതൊക്കെ ഒരു അത്ഭുതമാണ്, അയാളെ കൊണ്ട് സാധിച്ചാണത്. കാരണം വേറൊരാളും അങ്ങനെ വെക്കില്ല. വിദ്യാഭ്യാസ തൽപരരായ വ്യക്തികൾ പ്രാദേശികാടിസ്ഥാനത്തിൽ സ്ഥാപിച്ച ചെറിയ പള്ളിക്കൂടങ്ങളായിരുന്നു പഞ്ചായത്തിലെ ആദ്യകാല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. 1904 സ്ഥാപിച്ച ഇന്നത്തെ BEM സ്കൂളാണ് പഞ്ചായത്തിലെ ആദ്യത്തെ ഔപചാരിക വിദ്യാലയം. ഇവിടെ ഈ പരപ്പാണി തന്നെ ആദ്യമായിട്ടുണ്ടായിരുന്നത് BM ഹൈസ്കൂളാണ്. ഒരു ഏക വിദ്യാഭ്യാസ സ്ഥാപനം അതായിരുന്നു. പിന്നെ കൊടക്കാട്ട് നിന്നും വള്ളിക്കുന്ന് നിന്നും തിരുവങ്ങാട് നിന്നൊക്കെ ആ സ്ഥാപനത്തിൽ വന്നിട്ട് വേണം പഠിക്കാൻ. അത്രയും ആകെ ഒരൊറ്റ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറഞ്ഞാൽ അതാണ്. 1910 ബാസൽ മിഷൻ എലിമെന്ററി സ്കൂൾ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയ ഈ വിദ്യാഭ്യാസ സ്ഥാപനം പിന്നീട് ഹൈസ്കൂളായി ഉയർത്തപ്പെടുകയായിരുന്നു. പഞ്ചായത്തിലെ 15 സ്കൂളുകളിൽ 7 എണ്ണം സർക്കാർ ഉടമസ്ഥതയിലുള്ളവയാണ്. 2 ഹൈസ്കൂളുകളും 4 അപ്പർ പ്രൈമറി സ്കൂളുകളും 13 ലോവർ പ്രൈമറി സ്കൂളുകളും ഈ 15 സ്ഥാപനങ്ങളിലായി നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നു. സാംസ്കാരിക നവോത്ഥാനത്തിന് വായനയുടെ ഊർജം പകർന്ന നിരവധി വായനശാലകൾ പരപ്പനങ്ങാടിയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ സ്ഥാപിക്കപ്പെട്ടിരുന്നു. സാംസ്കാരിക രംഗത്തെ സംബന്ധിച്ച് പറയുമ്പോഴേ ഒരു 3 വായനശാലകളുടെ കാര്യം വളരെ ഹൃദയത്തിൽ തട്ടി എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. കാരണം മറ്റെവിടെയും കാണാത്തൊരു സ്ഥിതിവിശേഷം പരപ്പനങ്ങാടിയിലുണ്ട്. നെടുവിലൊരു നെടുവാ യുവജന സംഘവും അതിനോട് ബന്ധപ്പെട്ടുള്ള ഒരു വായനശാല, ഒരു സാംസ്കാരിക കൂട്ടായ്മ, ഇതൊക്കെ വളരെ മുമ്പേ നിലനിൽക്കുന്നുണ്ട്. സ്വാതന്ത്ര്യ കാലഘട്ടത്തിലുള്ളതാണ് ആ വായനശാലയും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളും. അതേമാതിരി മറ്റൊരു വായനശാലയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തുള്ള മുഹമ്മദ് മെമ്മോറിയൽ വായനശാല. വളരെ പുരാതനമായിട്ടുള്ള, ഞാനൊക്കെ കാണുന്ന കാലത്തെ ആ വായനശാല അവിടെയുണ്ട്. പക്ഷേ എനിക്കിതിലൊരു സംതൃപ്തിയുള്ള കാര്യം, ഈ 2 വായനശാലയുടെയും പ്രവർത്തനം വേറൊരു വായനശാല തുടങ്ങുന്നതിൻ്റെ നാന്ദി കുറിക്കാനുള്ള സംരംഭത്തിൽ ഒരു പങ്കാളിയാവാൻ സാധിച്ചിട്ടുണ്ട്. ഈ നവജീവൻ വായനശാല ഈ താലൂക്കിൽ ഇന്ന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വായനശാലയാണ് നവജീവൻ വായനശാല. മലയാളത്തിന്റെ ഭാഷാസാഹിത്യ ചരിത്രത്തിൽ പരപ്പനങ്ങാടി ആദ്യമായി അടയാളപ്പെട്ടത് ഒയ്യാരത്ത് ചന്തുമേനോൻ പരപ്പനങ്ങാടിയിൽ എത്തിയതോടുകൂടിയാണ്. 1889 പരപ്പനങ്ങാടിയിൽ മുൻസിഫായി ജോലിയിലിരിക്കുമ്പോഴാണ് ചന്തുമേനോൻ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണയുക്തമായ നോവലായി അറിയപ്പെടുന്ന ഇന്ദുലേഖയ്ക്ക് ജന്മം നൽകിയത്. പിഷാരികാവിലെ ആൽത്തറയിലേക്കുള്ള സായാഹ്ന സവാരിയിലാണ് ഇന്ദുലേഖ തന്റെ മനസ്സിലേക്ക് കയറി വന്നതെന്ന് ചന്തുമേനോൻ എഴുതുകയുണ്ടായി. പ്രശസ്ത സ്വാതന്ത്ര്യ സമര സേനാനി NP അബുവിന്റെ മകൻ NP മുഹമ്മദ് എഴുതിയ ദൈവത്തിന്റെ കണ്ണ് പരപ്പനങ്ങാടി പശ്ചാത്തലമാക്കി എഴുതപ്പെട്ട ആദ്യത്തെ നോവലാണ്. പള്ളിയുടെ മുകൾ തട്ടിലായിരുന്നു ദർസ്.
മുസ്ലിയാക്കന്മാരും മുസ്ലിയാരുട്ടികളും ഖുർആനും കിതാബും ഒന്നിച്ചോതുമ്പോഴുള്ള നാനാതരത്തിലുള്ള സ്വരവിക്ഷേപങ്ങൾ കൂടിച്ചേർന്ന് ഒന്നായി മാറി. പള്ളിയുടെ കിളിവാതിലുകളിലൂടെ നിലയ്ക്കാത്തതും മാന്ത്രികവുമായ ശബ്ദാരവമായി കൽപ്പടവുകളിൽ കേട്ടിരുന്നു. കൽപ്പടവുകൾ പള്ളിക്കുളത്തിൻ്റെതാണ്. കാലം മയപ്പെടുത്തിയ കല്ലിന് മിനുസമുണ്ട്. പരപ്പനങ്ങാടിയിലെ തന്റെ ബാല്യകാലവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളാണ് NP ഈ നോവലിൽ വരച്ചു വെച്ചിട്ടുള്ളത്. തണ്ണീർ പന്തല്, അത്താണി, ഇതൊക്കെ വളരെ നമ്മളതിൻ്റെ ഒന്നും മേന്മ പറഞ്ഞാൽ പറ്റില്ല. അത് തലച്ചോടാണ് കേട്ടോ. ഇതാ ഈ മനക്കൽ ഇവിടെ തന്നെ ഒരു അത്താണി ഉണ്ട്, മനക്കാരുടെ വകയാണ് കേട്ടോ. ചുവടിറക്കാനുള്ളത് കരിങ്കല്ലിൻ്റെ. അതേമാതിരി മോരും വെള്ളം കൊടുക്കുന്നതിനാണ് പിന്നെ തണ്ണീർ പന്തൽ എന്ന് പറയാം. നല്ല മോരും വെള്ളം നടന്നു പോകുന്ന വഴിയാത്രക്കാർക്ക്. ആ പഴയ സംസ്കാരത്തിൻ്റെ ഭാഗങ്ങൾ അതൊക്കെ എടുത്തു പോയി. അതിൻ്റെ കൂടെ തന്നെ പശുക്കൾക്ക് വെള്ളം കഴിക്കാൻ ഒരു തൊട്ടി ഉണ്ടാവും. തൊട്ടി എന്നാ പറയാം. ഇവിടെ അതൊക്കെ ഉണ്ടായിരുന്നൊരു കേന്ദ്രമാണ്. അങ്ങനത്തെ ഒരു സംസ്കാര പശ്ചാത്തലമുള്ള കേന്ദ്രമാണ്. പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈയിടെ നടത്തിയ പുരാവസ്തു പ്രദർശനം ഒരു നാടിന്റെ സാംസ്കാരിക പൈതൃകം വെളിപ്പെടുത്തിയ വേറിട്ട അനുഭവമായിരുന്നു. നമ്മുടെ വർത്തമാനകാല ജീവിതത്തിന് അന്യമായിക്കൊണ്ടിരിക്കുന്ന പല വസ്തുക്കളും, അത് അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് വസ്തുക്കളുണ്ട് നമ്മളുടെ ഇന്നത്തെ വർത്തമാനകാലത്തിലെ ജനങ്ങൾക്ക് തീർത്തും അന്യമായിട്ടുള്ളത്. അത്തരത്തിൽ അന്യമായിട്ടുള്ള വസ്തുക്കളെ പരിചയപ്പെടുത്തുക എന്നത് നമ്മുടെ ഭൂതകാലത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ്. മലയാള ഭാഷയുടെ ഈറ്റില്ലമായ തിരൂരിൽ നിന്നും ഭാഷയുടെയും സാംസ്കാരിക ജീവിതത്തിൻ്റെയും മീടുവയ്പ്പുകൾ സ്വായത്തമാക്കിയ ഒരു ദേശത്തിൻ്റെ വെളിപ്പെടലായി ഈ പ്രദർശനം. ഒരു പ്രദർശനത്തോടു കൂടി ഇത് അവസാനിപ്പിക്കുക എന്നുള്ള നിലക്കല്ല, ഇവിടെ പല അപൂർവമായ വസ്തുക്കളും ശേഖരിച്ച് വെച്ചതിൽ നിന്ന് നമ്മളുടെ നാട്ടിലെ ഇന്ന് നമ്മളുടെ പുതിയ തലമുറക്ക് അന്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരു ഹാളിൽ തീർത്തും ഇനിയുള്ള ജനങ്ങൾക്ക് മുഴുവൻ കാണാവുന്ന രൂപത്തിൽ സജ്ജീകരിച്ച് വെക്കുക എന്നുള്ളതും കൂടി ഇതിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ പോകുമ്പോൾ ഇതിൻ്റെ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള വസ്തുക്കൾ തീർത്തും അന്യമാണ്. അത് തേടിപ്പിടിക്കാനുള്ള ഒരു അവസരം കൂടി ഇതുമൂലം ലഭ്യമാവുന്നുണ്ട്. ഒരു കാലത്ത് കലാപ്രവർത്തനങ്ങളിൽ ബദ്ധശ്രദ്ധ പുലർത്തിയിരുന്ന ഒരു ജനതയുടെ ശേഷിപ്പുകൾ ഇന്ന് ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മകൾ മാത്രമായി അവശേഷിക്കുന്നു. CMC നാരായണ നമ്പൂതിരിപ്പാട് അച്ഛൻ്റെ പേര്. അദ്ദേഹം കഥകളി പ്രോത്സാഹിപ്പിച്ചിരുന്ന ആളാണ്. ഇവിടെ വെച്ചിട്ടൊരു കഥകളിയൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ ഇതാണ് ചെറുപ്പറമ്പിൽ വെച്ചിട്ട് കഥകളി ട്രൂപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ കഥകളി പഠിച്ചത് ഇവരുടെ അനുജൻ്റെ മകൻ്റെ കുട്ടിയാണ്. കഥകളി പഠിച്ചിട്ടുണ്ട്, അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെയുണ്ട്, തൃശ്ശൂരുണ്ട് ഒരനുജൻ, അദ്ദേഹത്തിൻ്റെ മകളും കഥകളി പഠിച്ചിട്ടുണ്ട്. കഥകളിയും കൊൽക്കളിയും പടപ്പാട്ടുകളുമൊക്കെയായി നാട്ടുവട്ടങ്ങളെ സജീവമാക്കിയിരുന്ന പഴയകാലം ഈ വാക്കുകളിൽ നിറഞ്ഞു തുളുമ്പുന്നു. 16 വയസ്സിൽ പഠിച്ചു കോൽക്കളി, അങ്ങനെ പഠിച്ചാണ്. ആളിപ്പോൾ പിടിച്ച് ഡൽഹിയിൽ പോയി. ഞങ്ങൾ കോഴിക്കോട്ടിൽ നിന്ന് മലയാളത്തിൽ പോയി, മലയാളത്തിൽ നിന്ന് ഡൽഹിയിൽ പോയി. 2 ദിവസം ഓട്ടമുണ്ട് അന്ന് അക്കാലത്ത് വണ്ടിക്ക്. കുറച്ച് ദിവസം കളിച്ച് അന്ന് നെഹ്റു ഉണ്ട്, ഇന്ദിരാഗാന്ധി ഉണ്ട്, എല്ലാം ഉണ്ട്.
രാജീവുണ്ട്. ഞങ്ങൾ പോകുമ്പോൾ 20 ആള്, 20 ഒരാൾ. പിന്നെ ഓർമ്മക്കാർ ഞങ്ങളെ നാട്ടിലുള്ള കാരണമുണ്ട് കുഞ്ഞുമാർക്കതിക്ക. എൻ്റെ അമ്മത്താങ്ങാൻ്റെ കുരിക്കൽ, അയാൾ വലിയ പേരുള്ള ആളാണ് കുരിക്കൽ. എന്ത് ചെയ്യാൻ നമ്മളിലാർക്കും ഭാഗ്യമില്ല, ഇന്ന് ഭാരതത്തിൽ വന്യ പിതാവ് നമ്മളില്ല. ഇന്ദ്രനിൽ മധുമികൻ്റെ മാണിക്യപൂരകനിരുരിറ്റ് പുണ്യസാവുൽ അനികതിമുറ്റ്. എന്ത് ചെയ്യാൻ നമ്മളിലാർക്കും ഭാഗ്യമില്ല, ഇന്ന് ഭാരതത്തിൽ വന്യ പിതാവ് നമ്മളില്ല. ആ മേഖലയിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. ഗവൺമെൻറ്റിന് ഒരു ആനുകൂല്യം ഒന്നും കിട്ടിയിട്ടില്ല. വടക്ക് വലിയാൽ മുതൽ തെക്ക് പൂരപ്പുഴ കടലിൽ ചേരുന്ന അഴിമുഖം വരെ 6.8 കിലോമീറ്റർ ദൈർഘ്യമുള്ള കടലോര സമ്പത്താണ് പരപ്പനങ്ങാടിയുടെ പ്രധാന വരുമാന സ്രോതസ്. എൻ്റെയൊക്കെ ഭാര്യ ടൈമിലൊക്കെ 3 റുപ്യ 5 റുപ്യാണ് കള്ളിക്ക്. കള്ളി എന്ന് പറഞ്ഞാൽ ഒരു 6 കൊട്ട മീനുണ്ടാവും, മത്തിയുണ്ടാവും. മത്സ്യത്തിനൊക്കെ വളരെ മോശം വിലയാണ്. മത്തിയാണ് ഇപ്പോൾ ഞങ്ങളെ നാടിനെ രക്ഷപ്പെടുത്തുക. നമ്മൾ കടലോരം ഈ മത്തി പിന്നെ ഇനി വില ഇല്ലെങ്കിലും മത്തിയൊന്ന് ജനങ്ങളെ പിടിച്ച് നിൽക്കാനും ഈ വള്ളക്കാരും പിന്നെ അതുപോലെ തന്നെ യവാലക്കാരും ഞങ്ങളെ ബിസിനസ്സുകാരും കച്ചവടക്കാരും ഈ മത്തി കൊണ്ടാണ് പിന്നെ ഇതായിട്ടുള്ളത്. മറ്റേ മത്സ്യങ്ങളൊക്കെ ഒരുപാട് മത്സ്യങ്ങൾ ഇല്ലാതായിട്ടുണ്ട്. ഞങ്ങളൊക്കെ മദ്രാസിലൊക്കെ നല്ലോണം അയച്ചിട്ടുണ്ട് മീൻ. ഇപ്പം മംഗലാപുരം കോവ എന്നൊക്കെ ചില സയൻസ് കിട്ടുമ്പോൾ അങ്ങോട്ട് അയച്ചു കൊടുക്കും. അപ്പം ഈ മത്സ്യം കോട്ടയം, തിരുവനന്തപുരം, പിന്നെ ഇങ്ങനെ എറണാകുളം, തൃശ്ശൂർ, പിന്നെ ആ ഭാഗങ്ങൾ, പിന്നെ നമ്മൾ കിഴക്കൻ മേഖലയിലൊക്കെ കുറേ മീൻ ചിലവാകുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ മത്സ്യം പിന്നെ ചിലവാകുന്ന സ്ഥലമാണ്. മത്സ്യങ്ങൾ കുറവായിട്ടുണ്ടെങ്കിൽ നമ്മൾ കോട്ടയം, പിന്നെ കൊല്ലം, പട്ടിയം, തിരുവനന്തപുരം മുതൽച്ചിട്ട് ഏകദേശം പിന്നെ മാർത്താണ്ഡ മുതൽച്ചിട്ട് ഇങ്ങോട്ട് മംഗലാപുരം, കണ്ണൂർ വരെ നമ്മൾ കേരളത്തിൻ്റെ പിന്നെ ഇതിൽ തന്നെ കുറേ അധികം മത്സ്യങ്ങൾ ചിലവാകുന്നുണ്ട്. തെക്കൻ മേഖലകളിൽ ആ ഭാഗങ്ങൾ മത്സ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തൊക്കെ വളരെയധികം. വടക്ക് ഭാഗത്ത് മീനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നങ്ങളില്ല. പൂർവികർ തലമുറകളായി പകർന്നു നൽകിയ അനുഭവ സമ്പത്തും കായികാധ്വാനവുമായി 2000-ലധികം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ഈ മേഖലയിൽ ജീവസന്ധാരണം നടത്തിവരുന്നു. എന്നാൽ ഈ മേഖലയിലും ഇനിയും നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതായുണ്ട്. പരപ്പനങ്ങാടി ഒരു തീരദേശ പഞ്ചായത്താണ്. തീരദേശത്ത് മത്സ്യത്തൊഴിലാളികൾ അധിവസിക്കുന്ന പ്രദേശമാണ്. ഈ ഉൽപാദന മേഖലയിൽ മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധന ഉപകരണങ്ങൾക്കോ അവിടെ എന്തെങ്കിലും നമുക്ക് സഹായം ചെയ്യണമെങ്കിൽ ആവശ്യം എന്താണോ തൊഴിലാളികളുടേത് ആ ആവശ്യത്തിനനുസരിച്ച് ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ നിർവാഹമില്ല. മറിച്ച് പ്ലാനിംഗ് ബോർഡ്, സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് നിശ്ചയിച്ചിട്ടുള്ള 1-2 പദ്ധതികൾ മാത്രമേ അവിടെ നടപ്പിലാക്കാൻ പാടുള്ളൂ. ഈ മത്സ്യമേഖലയിലെ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ അധികവും തെക്കൻ ജില്ലകളിലുള്ള മത്സ്യബന്ധന രീതിയെ മുന്നിൽ വെച്ചുകൊണ്ടാണ് പല പദ്ധതികളും രൂപം. കേരളത്തിൽ മാത്രമാണ് ഈ ചെറുമത്സ്യങ്ങൾ കിട്ടുക. ഈ അയില, മത്തി തുടങ്ങിയിട്ടുള്ള ചാള എന്നൊക്കെ പറഞ്ഞ് ഈ ഉൾക്കടലിൽ പോണ്ട, അല്ലെങ്കിൽ ആഴക്കടലിൽ പോണ്ട, അതിൻ്റെ മുമ്പേ കിട്ടുന്ന ആഴക്കടലിൽ നിന്ന് കിട്ടുന്നതാണ് ഈ ആഗോലി എന്നൊക്കെ പറഞ്ഞത്. അവിടെ പോകാതെ തന്നെ ഇവിടെയുള്ള ചെറുമത്സ്യങ്ങൾ തന്നെ വളരെയധികം താല്പര്യമുള്ള ഇന്ത്യയിൽ എല്ലാ ഭാഗത്തും ഈ ചെറുമത്സ്യങ്ങളിൽ താല്പര്യമുണ്ട്. അത് വലിയൊരു ഒരു മീൻപിടുത്ത വ്യവസായമായിട്ട് മാറ്റാമായിരുന്നു. പക്ഷേ അതുണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഈ അതിൻ്റെ ലാഭത്തിൻ്റെ 3/4 ഭാഗവും ഇന്ന് കൊണ്ടുപോകുന്നത് ഈ വലിയ മുതലാളിമാരായിട്ടുള്ള ഈ ബോട്ട് ഉടമകളും പിന്നെ അവരുടെ മത്സ്യം കയറ്റി കൊണ്ടുപോകുന്ന കച്ചവടക്കാരുമാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള ചെറിയ ഭാഗ്യം അവർക്ക് കിട്ടുള്ളൂ. ഞങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ എന്താണെന്നറിയോ, അനുകൂലങ്ങളൊന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല. അതായത് പിന്നെ മണ്ണെണ്ണ മത്സ്യത്തൊഴിലാളികൾക്ക് വരുന്ന അവസ്ഥകളും അതിൻ്റെ കഷ്ടങ്ങളും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ മണ്ണെണ്ണ പെർമിറ്റ് കിട്ടുന്ന പിന്നെ അതിൻ്റെതായ നിരക്കുള്ള മണ്ണെണ്ണ കൊടുക്കുന്നില്ല ഗവൺമെൻറ്.
ഇപ്പം തന്നെ മണ്ണെണ്ണ പിടിച്ചിട്ടാണ് കൊടുക്കുന്നത്. വെള്ളങ്ങളോ അല്ലെങ്കിൽ തോണികളോ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നഷ്ടങ്ങൾ ഗവൺമെൻറ് അതിൻ്റെതായ നിലക്ക് കൊടുക്കുന്നില്ല. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഇൻഷുറൻസ് ഒന്നും ഞങ്ങൾ ഇതിനെ മുപ്പിട്ട് ചെയ്തിട്ടില്ല. ഇപ്പോഴൊക്കെ കുറേ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജീവിതം മുഴുവൻ ഈ തൊഴിൽ, ആ തൊഴിൽ പോകുന്നവർ പിന്നെ വേറെ തൊഴിലിന് പോവില്ല. അവരുടെ ആ കഴിവുകൾ മുഴുവൻ ഇപ്പോൾ ഈ ഏറ്റവും അധികം മുതലാളിത്തം പ്രവർത്തിക്കുന്നതെന്ന് ഈ ബോട്ട് ഉടമസ്ഥതയിലാണ്. പുഴകളും ജലാശയങ്ങളും കൊണ്ട് സമൃദ്ധമായ പരപ്പനങ്ങാടിയിൽ ഉൾനാടൻ മത്സ്യബന്ധനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിരവധി പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ ഉദ്ദേശത്തോടെ ഗുണമേന്മയുള്ള വളർത്തുമത്സ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫിഷ് സീഡ് ഫാം ഉള്ളണത്ത് പ്രവർത്തിക്കുന്നു. ആദ്യകാലത്ത് കൃഷിയും അനുബന്ധ മേഖലകളുമായിരുന്നു ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗങ്ങൾ. ചെറുവയലുകളൊക്കെ നനഞ്ചേ കുട്ടിയൊരുക്കി പറഞ്ചേ ചെറുഞാറുകൾ കെട്ടിയെറിഞ്ചേ. തവളക്കണ്ണ നെല്ല് നിറഞ്ഞിട്ട് നെല്ലുണ്ടേന്ന്. തവളക്കണ്ണ. അത് തവളക്കണ്ണ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ കാലത്ത് ഈ വർഷത്താണ് ഞാൻ ഉണ്ടാക്കുക. അത് നല്ല നെല്ല. ഈ കർക്കെടുത്ത് കൊയ്യേണ്ട നെല്ല് ഇതാണ്, ചീരയാണ്. കൃഷിക്കാവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി നടപ്പിലാക്കിയ ജലസേചന പദ്ധതികൾ കൃഷിയെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിൽ വളരെയധികം സഹായകമായി. വെള്ളം കിട്ടാത്തതുകൊണ്ട് കൃഷി നന്നായിട്ട് കിട്ടാറ് പതിവില്ല. മണങ്ങിപ്പോലാണ് പതിവ്. അപ്പോൾ അതിൻ്റെ നടുവിൽ അണ കെട്ടിയിട്ട് അവിടുന്ന് വെള്ളം പിന്നെ പമ്പ് ചെയ്തിട്ട് ഇരിക്കേഷൻ നടപ്പിലാക്കി അവിടെ പിന്നെ വലിയ പുരോഗമതി തെറ്റി. ഞാനൊരു കൃഷിക്കാരൻ. എനിക്ക് 2 ഏക്കറിൻ്റെ മേലെ കൃഷി ഉണ്ടായിരുന്നു. നല്ല കൃഷിക്കാരനായിരുന്നു. എനിക്കതിന് വിട്ട് വെള്ളം ഇതൊക്കെ ഈ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ കിട്ടിക്കൊണ്ടിരുന്നിരുന്നു. കാര്യമായിരുന്നില്ല തന്നെ. പിന്നെ കപ്പ, ബായ, ഒരു നഷ്ടമില്ല. കൃഷിയൊന്നും ലാഭം തന്നെയാണ്, നഷ്ടമല്ല. പ്രത്യേകിച്ച് ഇവിടെ ചെയ്യേണ്ടത് 2 കാര്യങ്ങളിലാണ്. ഒന്ന്, കടപ്പുറത്തെ മീൻപിടുത്തക്കാരെ സഹായിക്കാനും, മറ്റൊന്ന് ഇവിടെയുള്ള കൃഷിക്കാർ മറ്റേ നെൽകൃഷിയിൽ ഏർപ്പെട്ടിരുന്നവരെ സഹായിക്കാനും. അവർക്ക് ഭൂമി കൊടുക്കണം. ഭൂമി വെറുതെ എടുക്കാൻ സമ്മതിക്കരുത്. ഈ ചാമ്പ്രയിൽ ഞങ്ങൾ 2-3 കുഷ്ഠരോഗികളെ കൊണ്ട് താമസിപ്പിച്ചു. ഈ കിഴക്കേ ചാമ്പ്രയിൽ താമസിപ്പിച്ച് നോക്കിയപ്പോഴേക്ക് ഭയങ്കര എതിർപ്പ്. അങ്ങനെ ആ ശ്രമം വളർന്നിട്ട് അവിടെ ഒരു 40ഓളം പുരകൾ ചാമ്പ്രയിൽ കുടിൽ കെട്ടി ഒക്കെ കുഷ്ഠരോഗി കുടുംബങ്ങൾ വന്നു. അപ്പം വന്നു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഇതൊരു പ്രശ്നമാണല്ലോ, ഇവരെ എവിടെയെങ്കിലും ഒന്ന് കുടിയിരുത്തണ്ടേ. അങ്ങനെ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി. മലപ്പുറത്ത് കളക്ട്രേറ്റിൽ സമരം തുടങ്ങാമെന്ന് ചോദിച്ചു. വീട് വെക്കാൻ ഭൂമി വെച്ചാലെന്ന് പറഞ്ഞിട്ട്. അന്ന് സയൻ ചാറ്റർജിയാണ് കളക്ടർ. അദ്ദേഹവുമായി നിരന്തരം ബന്ധപ്പെട്ട് സംഗതി ബോധ്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി, ഞാൻ പരപ്പനങ്ങാടിയിൽ ഭൂമി അക്വയർ ചെയ്തു തരാം, അതിനുള്ള ശ്രമം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഭൂമി കൊടുക്കാൻ തയ്യാറുള്ള ആളെ കണ്ടെത്തണ്ടേ. അങ്ങനെ ഭൂമി കൊടുക്കാനുള്ള ആളെ കണ്ടെത്തി തമ്മിൽ ബന്ധപ്പെടുത്തി കൊടുത്ത് ഒരു 2.5 ഏക്കർ ഭൂമി അക്വയർ ചെയ്യിച്ചിട്ട് പഞ്ചായത്തിന് കൈമാറി വെച്ചു. അങ്ങനെ ഇവർക്കെല്ലാം പട്ടയം കൊടുപ്പിച്ചു. അങ്ങനെ ഒരു 50ഓ 55ഓ കൃത്യമായ ഓർമ്മ എനിക്കില്ല, പട്ടയം 4 സെൻറ്റ് കണ്ടിട്ട് കൊടുത്തു. ഇവിടെ 3 തരത്തിലുള്ള വികസന പ്രവർത്തനം അത്യന്താപേക്ഷിതമാണ്. ഒന്ന്, പാർപ്പിടം ഇല്ലാത്ത ഒട്ടനവധി കുടുംബങ്ങൾ ഈ രാജ്യത്തുണ്ട്. സ്വന്തമായി വരുമാനം, സ്ഥിരമായി വരുമാനം ഇല്ലാത്ത ഒട്ടനവധി ജനങ്ങളുണ്ട്. ഇത് രണ്ടും ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് തന്നെ
അടിസ്ഥാന വർഗത്തിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ സ്വന്തമായി വരുമാനം ലഭ്യമാകത്തക്ക രീതിയിലുള്ള ഒരു തൊഴിൽ സുരക്ഷിതത്വത്തിനാവശ്യമായ പദ്ധതികളുടെ അനിവാര്യമായിരിക്കും. അതേപോലെ തന്നെ പാർപ്പിടത്തിൻ്റെ ആവശ്യം നിർവഹിക്കത്തക്ക രീതിയിലുള്ള ഇവിടെ ഒരു വലിയ രീതിയിൽ തന്നെ ഈ പാർപ്പിട പദ്ധതി ആവശ്യമുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് വന്നിട്ടില്ല, ചില നിർദ്ദേശങ്ങളും മറ്റും വന്നിട്ടുണ്ട്. നിസ്വാർത്ഥ പ്രവർത്തനങ്ങളിലൂടെ പരപ്പനങ്ങാടി പഞ്ചായത്തിന്റെ സർവ്വതോമുഖമായ വളർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഉമർ ഓട്ടുങ്ങലിന് നാടിന്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഏറെ പറയാനുണ്ട്. 50,000 രൂപയാണ് ജനറൽ സ്കീമിൽ ഗവൺമെൻറ് അനുവദിക്കുന്നത്. പക്ഷേ ഇന്ന് 50,000 രൂപ ഒരു വീടിന് തീരെ മതിയാകാത്ത. ഈ 50,000 രൂപ നമ്മൾ നൽകുമ്പോൾ ഇവിടുത്തെ വീട് നിർമ്മിക്കാൻ ഒരു 1 ലക്ഷമോ 2 ലക്ഷമോ 3 ലക്ഷമോ രൂപ കൈവശമുള്ളവന് മാത്രമേ ഈ 50,000 രൂപയുടെ സഹായം വാങ്ങാൻ കഴിയുള്ളൂ. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിലെ മികച്ച പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തിന്റെ വികസന സ്വപ്നങ്ങൾ വളരെ വിശാലമാണ്. സമൂഹത്തിന് നാനാവിധത്തിലുള്ള ഒട്ടനവധി കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ശുപാർശ പ്രകാരം കേന്ദ്ര ഗവൺമെൻറ് ഇവിടെ കേരളത്തിലേക്ക് അനുവദിച്ച ന്യൂനപക്ഷ സമുദായങ്ങൾ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലേക്ക് അനുവദിച്ച IITI അത് പരപ്പനങ്ങാടിക്ക് കിട്ടണം. യൂണിവേഴ്സിറ്റി സ്ഥലം അനുവദിക്കാതെ സംബന്ധിച്ചുള്ള വിവാദങ്ങളല്ലോ, അത് പരപ്പനങ്ങാടിക്ക് കിട്ടണം എന്ന രീതിയിൽ നമ്മൾ ശ്രമം നടത്തിയിരുന്നു. അതിനാവശ്യമായ സ്ഥലവും സൗകര്യങ്ങളൊക്കെ പഞ്ചായത്ത് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് വരികയാണെങ്കിൽ പരപ്പനങ്ങാടി കൊണ്ടുവരണം. അങ്ങനെ പരപ്പനങ്ങാടിയിലും ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉയർന്നു വരണമെന്ന് ആഗ്രഹമുണ്ട്. ചെറുവയലുകളൊക്കെ നനഞ്ചേ കുട്ടിയൊരുക്കി പറഞ്ചേ ചെറുഞാറുകൾ കെട്ടിയേ